ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് 50 വയസ്സായോ, അല്ലെങ്കിൽ 55 വയസ്സായോ, അല്ലെങ്കിൽ അതിനിടയിലാണോ നിങ്ങളുടെ പ്രായം, എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തുടർന്നുള്ള ആ ഒരു ഗോൾഡൻ ഏജ്, നിങ്ങളുടെ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് ആരോഗ്യവുമായിട്ട് ജീവിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഇത് വളരെയേറെ ഗുണകരമായിട്ടുള്ള അറിവുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ക്ഷമാപൂർവ്വം ശ്രദ്ധയോടെ കേട്ട് നിങ്ങൾ ജീവിതത്തിൽ പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഒരു 50 വയസ്സ് തൊട്ടുള്ള ഒരു കാലഘട്ടങ്ങൾ നമുക്ക് ആരോഗ്യത്തോടുകൂടി രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിച്ച് തീർക്കുവാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് പഞ്ചസാര എന്ന് പറയുന്നത്. അതീവ അപകടകാരിയായ സ്ലോ പോയ്സൺ എന്ന ഗണത്തിൽപ്പെടുന്ന ഈ പഞ്ചസാര, ഷുഗർ, നമ്മൾ തീർച്ചയായിട്ടും 50 വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിന് വളരെയേറെ ഗുണകരവും. ഓക്കെ, പഞ്ചസാര വളരെ അപകടകാരിയാണ്. അത് നമുക്കറിയാം. ഇപ്പോഴുള്ള ചെറുപ്പക്കാരിൽ പോലും ഷുഗറൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസവും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനശേഷിയൊക്കെ ആകെപ്പാടെ മാറ്റം വരുന്നൊരു സമയമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ പഞ്ചസാര ഇൻടേക്ക് ചെയ്യുന്നത് വളരെയേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് പഞ്ചസാര പൂർണ്ണമായിട്ടും നിങ്ങൾ കട്ട് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ കാര്യമാണ് ഉപ്പ്, സാൾട്ട് വളരെ പരമാവധി അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഉപ്പിലിട്ട സാധനങ്ങൾ, മിക്സറുകൾ, കപ്പലണ്ടി, ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം പറയുക ഉപ്പ് വളരെയധികം കുറയ്ക്കുവാനായിട്ട്. ഓക്കെ, ഉപ്പ് നമുക്കെല്ലാവർക്കും അറിയാം. ഉപ്പ് എന്ന് പറയുന്ന സാധനം സോഡിയം വളരെ കൂടുതലുള്ള ഒരു സാധനമാണ്. സോഡിയം ശരീരത്തിൽ കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ ബ്ലഡ് പ്രഷറിൻ്റെ നില വളരെ കൂടും. അതുകൊണ്ട് തന്നെ ഹാർട്ട് ഡിസീസുകൾക്ക് കാരണമാകും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഓക്കെ, 3, മൈദ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. നമ്മൾ 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മെറ്റബോളിസം കുറയുന്നു, നമ്മുടെ ദഹന വ്യവസ്ഥകൾക്ക് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ദഹന വ്യവസ്ഥയൊക്കെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു സാധനമാണ് മൈദ എന്ന് പറയുന്നത്. ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന മൈദ അടങ്ങിയ ഒരുവിധപ്പെട്ട എല്ലാ ഭക്ഷണ സാധനങ്ങളും അവോയ്ഡ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള പൊറോട്ട പോലും നിങ്ങൾ വളരെയധികം പരിമിതപ്പെടുത്തുക. നിങ്ങൾ മാസത്തിൽ 1 2 കഴിച്ചുകൊണ്ട് നിങ്ങളുടെ കൊതി തീരാൻ വേണ്ടി മാത്രം നിങ്ങൾ കഴിക്കുക. ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക. മൈദ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപാട് പ്രോസസ്സിങ്ങൾക്ക് ശേഷം വരുന്ന ഒരു വേസ്റ്റായിട്ടുള്ള വെളുത്ത പൊടി മാത്രമാണ് മൈദ എന്ന് പറയുന്നത്. അതിൽ നോ ഫൈബർ, നോ വൈറ്റമിൻ, മറ്റുള്ള നോ മൈക്രോ ന്യൂട്രിയൻസ് ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും മൈദ നിങ്ങൾ കട്ട് ചെയ്യുക. ഓക്കെ, നാലാമത്താണ് നമ്മുടെ റെഡ് മീറ്റ് എന്ന് പറയുന്നത് ബീഫ്, പോർക്ക്. നമുക്ക് ഈ ഫ്രോസണായിട്ട് കിട്ടുന്ന ഐറ്റംസ്, ഫ്രോസൺ ആയിട്ട് നമുക്ക് പാക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ഈ ഇറച്ചി വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അത് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടും. അതങ്ങനെ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ വളരെയധികം വർദ്ധിപ്പിച്ച് ഹാർട്ട് ഡിസീസിനുള്ള സാധ്യത കൂട്ടിയെടുക്കുന്നതായിരിക്കും. അതിലുപരിയായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം ഇത് ചെയ്യുന്ന ഒരു സാധനമാണ് ബീഫ്, അല്ലെന്നുണ്ടെങ്കിൽ റെഡ് മീറ്റ്. ഓക്കെ, അത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്. അഞ്ചാമത്തെ കാര്യമാണ് പാക്ക്ഡ് ഫുഡ്സ്. ഈ ഹോട്ടലുകളിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സുകൾ, അതുപോലെ തന്നെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പാക്കിംഗ് ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റുകളിൽ സുലഭമായിട്ട് കിട്ടുന്ന ഈ കുപ്പിക്കകത്തൊക്കെ വരുന്ന ഡ്രിങ്ക്സുകൾ നിങ്ങൾ തൊടുക പോലും ചെയ്യാതിരിക്കുക. കാരണം അതെല്ലാം ഉന്നതമായിട്ടുള്ള അളവിൽ പ്രിസർവ്സും അതിലുപരിയായിട്ട് അതിനകത്ത് ഒരുപാട് കെമിക്കൽസും അടങ്ങിയ സാധനങ്ങളാണ്. അത് വയറിനൊക്കെ വല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് അതും നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ തന്നെ
നിങ്ങൾ ഒന്നുകിൽ അതിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ആരോഗ്യത്തോടുകൂടി നല്ല ഒരു ഉന്മേഷവന്മാരായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരസുഖങ്ങളും ഇല്ലാതെ ഡോക്ടറെ അടുക്ക പോയി എപ്പോഴും മരുന്ന് കഴിക്കാതെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നല്ല ഒരു ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതിലുപരിയായിട്ട് ചെറിയ ചെറിയ വർക്കൗട്ടുകളൊക്കെ ചെയ്തു തുടങ്ങുക. നിങ്ങൾ സ്വസ്ഥമായിരിക്കും, സമാധാനമായിരിക്കും, ഓക്കെ, ഫിറ്റായിരിക്കും. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.